എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് നല്ല സുന്ദരി അമ്മിണി കൊഴുക്കട്ടയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ തിളപ്പിച്ചത്. അതിനുശേഷം അതിനകത്തേക്ക് ഒരു ഗ്ലാസ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ട്, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇടിയപ്പത്തിന് എടുക്കുന്ന പൊടിയാണ് കേട്ടോ. അധികം തരിയില്ലാത്ത പൊടിയുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ കുഴച്ചെടുക്കണം. ചെറിയ ചൂടോടുകൂടി നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുമ്പോൾ അങ്ങനെയല്ലേ, ചെറിയ ചൂടിൽ തന്നെ കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കണം കേട്ടോ ഇത്. അതിനുശേഷം നമ്മൾ ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു ചൂടുണ്ടല്ലോ നമ്മുടെ ഈ പൊടി കുഴച്ചതിന്, അതുകൊണ്ടാണ് നന്നായിട്ട് പൊടി കുഴച്ചെടുക്കുകയും വേണം. ഇപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും വൈകുന്നേരം 4 മണി ചായയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഞാൻ ഇത് ഒരു പ്ലേറ്റിനകത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരുപാട് നേരമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടാണല്ലോ പൊടി കുഴച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുക്കറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു 4-5 മിനിറ്റ് കേട്ടോ, അത്രയും മതി, നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ഇനി ഞാനിതിനകത്തേക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഒരു 5-6 വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു 15ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ തുറന്നു നോക്കി, കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. നല്ലൊരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു ചമ്മന്തിയും കൂടെ തയ്യാറാക്കിയത് ഇങ്ങനെ തന്നെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഇതിനെ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റിയാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിൽ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിനകത്തേക്ക് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോവരുത്. ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിലെടുത്താൽ മതി. ഇപ്പം ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ ഏകദേശം നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് പൊടി കുഴച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനൊരു ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, ആ ഒരു മണമാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ കൂടെ സ്വല്പം പുളിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചമ്മന്തിയായി. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. കാരണം വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ ചതച്ചതല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നാൽ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും വേണം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഴുക്കട്ടയുണ്ടല്ലോ, നമ്മുടെ സുന്ദരി അമ്മിണി കൊഴുക്കട്ട, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ തന്നെ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സ്പൈസി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഉള്ളി മുളകും ചതച്ചതുണ്ടല്ലോ അതും കൂടി കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഇനി എരിവ് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എരിവ് ചേർക്കണ്ട. ജസ്റ്റ് ഒന്ന് കടുക് വറുത്തിട്ട് കുറച്ച് നാളികേരവും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. രാവിലെ കഴിക്കാനും അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ, ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ട് മഴയൊക്കെ കണ്ട് കുറച്ച് ചായയൊക്കെ ആയിട്ടെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആഹാ എന്ത് രസമല്ലേ. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മിണി കൊഴുക്കട്ട, നല്ല പേരാണല്ലേ ഇതിൻ്റെ. ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി കഴിക്കണം കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
ഇതുപോലെ മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.